ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാർ കറങ്ങാൻ വേണ്ടി വെളുപ്പിന് തന്നെ പോവുകയാണേ. 4:30 ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ കുറച്ചിങ്ങി പോന്നേ. സമയം ഇപ്പോൾ 5:24 ആയിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് രാവിലെ ഗുളിക കഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിള്ളേരും ഉറങ്ങി, ഞാനും ഉറക്കമായിരുന്നു. അങ്ങനെ നമ്മളിതാ ചീയപ്പാറ വാട്ടർഫോൾസിലെത്തിയേ. ഇവിടെ എത്തിയപ്പോഴാണ് ഒന്ന് എണീറ്റത്. പിള്ളേർ എണീറ്റിട്ടില്ല കേട്ടോ. വെള്ളം കുറവായിരുന്നു, എന്നാലും എല്ലാവരും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മൂന്നാറിലേക്ക് പോകുന്ന മിക്കവാറും ആളുകൾ ഈ റൂട്ടിൽ പോകുമ്പോൾ ഇവിടെ ഇറങ്ങാറുണ്ട്. നമ്മളും കുറച്ച് നേരം ഇവിടെ ഇറങ്ങി നിന്നുള്ളൂ കേട്ടോ. നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെ. ഞങ്ങൾ ഇതിന് മുന്നേ വന്ന സമയത്ത് നല്ല വെള്ളമുള്ളൊരു സമയത്തായിരുന്നേ, മഴക്കാല സമയത്തായിരുന്നു വന്നത്. അതുപോലെ ഭയങ്കരമായിട്ട് വെള്ളം വന്ന് റോട്ടിലോട്ടൊക്കെ വന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. 7 തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടമാണിത്. ഇതിന് മുകളിലായിട്ട് ഒരു ഗ്രാമമുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡൊക്കെ പോകുന്നത് കാണാനായിട്ട് പറ്റും. വെളുപ്പിന് സമയമായിട്ട് പോലും ആളുകളൊക്കെ അതേ ബസ്സിലൊക്കെ വന്നിട്ട് ഇറങ്ങി ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് പതുക്കെ അങ്ങ് പോയി. പോരും വഴിക്ക് ഒരു നല്ല സ്ഥലം കണ്ടപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇറങ്ങി നിന്നതായിരുന്നേ. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വലിയൊരു തണുപ്പൊന്നും ഇല്ല കേട്ടോ ഈ ഒരു സമയത്ത്. പിള്ളേർ ഇപ്പോഴും വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കം തന്നെയാണ്. നമ്മൾ പിന്നെ വിചാരിച്ചു എന്തായാലും അവിടെ ചെന്നിട്ട് വിളിക്കാമെന്ന്, അല്ലെങ്കിൽ ഇപ്പോഴും മുതലേ പിന്നെയും ഛർദ്ദിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിട്ടോ. ഇപ്പോൾ സമയം 8 മണിയായേ. അബ്രുവും അല്ലുവും എഴുന്നേറ്റിട്ടുണ്ട്. ഉറക്കക്ഷീണം മാറാതെ ഇരിക്കുന്ന ഇരിപ്പായത്. എനിക്കും അങ്ങനെ കേട്ടോ. യാത്ര ചെയ്ത് വരുമ്പോഴേക്ക് ഭയങ്കര ഒരു മടുപ്പൊക്കെയാണ്. ഈ വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഒന്ന് ഓക്കെ ആയിട്ട് വരാനായിട്ട് ഒരു കുറച്ച് സമയമൊക്കെ എടുക്കും. മൂന്നാർ ടൗണിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചേ. പൂരിയായിരുന്നു കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു ഭക്ഷണം, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളൊന്ന് ഓക്കെ ആയി കേട്ടോ. പിന്നെ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. പോകും വഴി നല്ല ഫോട്ടോ പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നേ. ഇങ്ങനെ വണ്ടിയിലിരുന്ന് കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. അതേപോലെ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്ക് ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഇറങ്ങാറുണ്ട് കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു കടകളും ഉണ്ട്. ഫോട്ടോ എടുത്തു തരാനായിട്ടൊക്കെ ക്യാമറയൊക്കെ ആയിട്ട് ആളുകൾ നിൽപ്പുണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ കുതിരയെ കണ്ടുകൊണ്ട് ഞങ്ങളും ഇറങ്ങി. അല്ലുവിന് കയറാനായിട്ട് ഭയങ്കര പേടിയാണ്. ഇവിടെ എത്തിയപ്പോൾ ഉള്ള തിരക്ക് നോക്കി. ആളുകൾ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും എല്ലാം കൊണ്ടും വണ്ടികൾ ഒരുപാട് ബ്ലോക്ക് ആവുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അങ്ങനെ പിള്ളേർ 2 പേരും കൂടി കുതിരപ്പുറത്ത് കയറിയിട്ട് ഇതേ വരുന്ന വരവാണ്. തിരക്കായതുകൊണ്ടൊരു സുഖമില്ലായിരുന്നു കേട്ടോ. കാരണം ഇവർ ഈ വണ്ടികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നേരത്തെ പോയപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം ഒട്ടും തിരക്കില്ല. അപ്പോൾ അവർ കുറേ ദൂരം നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരും. അല്ലൂസിൻ്റെ കയ്യിൽ ഇതേ ഒരു വടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചേട്ടനെ. അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞതേ അവർ തിരിച്ചു വന്നു കേട്ടോ. കുറച്ച് ദൂരം എങ്ങാണ്ട് പോയില്ലായിരുന്നു. ഒരാൾക്ക് ഹോഴ്സ് റൈഡിന് 100 രൂപയാണ് ഇവർ വാങ്ങുന്നത്. ഇത് പിന്നെ ഫോട്ടോ എടുക്കാനുള്ള പോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഇപ്പോഴാണ് പുള്ളി ഒന്ന് ഹാപ്പി ആയത് കേട്ടോ. പോയപ്പോൾ നല്ല പേടിയായിരുന്നു. ഞാനും ഫോട്ടോ എടുക്കാനായിട്ട് കുതിരയുടെ അടുത്ത് നിന്നതാണ്. പിന്നെ അവിടുന്ന് പോന്നു. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകും വഴിയാണ്. വഴി നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. വണ്ടികൾ ഇഷ്ടം പോലെ ഇങ്ങനെ നിരനിരയായിട്ട് കിടപ്പുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വണ്ടി നിർത്തിയാണ് പോയത്. എനിക്കും അങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. ഒറ്റയടിക്ക് പോകാതെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചൊക്കെ പോകാനാണ് ഇഷ്ടം. മാട്ടുപ്പെട്ടി ഡാമിലെത്തി. മൂന്നാറിൽ നിന്ന് ഇവിടം വരെ ഏകദേശം 11 കിലോമീറ്ററാണുള്ളത്. ഇവിടെ അധിക നേരം ഞങ്ങൾ നിന്നില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ എക്കോ പോയിന്റിലെത്തി. ഇവിടെ ശരിക്കും വെള്ളം ഇപ്പോൾ തീരെ കുറവാണ് കേട്ടോ. നേരത്തെയൊക്കെ വന്നപ്പോൾ നന്നായി നിറഞ്ഞ് വെള്ളം കിടന്ന സ്ഥലമൊക്കെ ഇപ്പോൾ ഉണങ്ങി കിടക്കുവാണ്. ഞാൻ എൻ്റെ ടോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നേ. വൈറ്റ് അല്ലായിരുന്നോ. കുറച്ച് ജ്യൂസ് കുടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രസ്സിൽ വീണതാണ്. ശരിക്കും എടുത്തറിയായിരുന്നു. ഈ എക്കോ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂവിയൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ തിരിച്ച് നമുക്ക് അവിടുന്ന് അത് അതേപടി കേൾക്കാനായിട്ട് പറ്റും. ഇതാണ്, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. ഇവിടെ വരുന്ന മിക്കവരും തന്നെ അങ്ങനെ ചെയ്ത് നോക്കാറുമുണ്ട്. അല്ലുവിൻ്റെ കാലിൽ ചെളിയൊക്കെ ആയിട്ട് വരുന്ന വരവാണ് ഇത്. ഇവിടെയൊക്കെ ശരിക്കും നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ കാല് താന്നു പോകുന്നുണ്ട് ചെളിയിലേക്ക്. പിന്നെ പോയി കാലൊക്കെ കഴുകി ആൾ റെഡിയാക്കി. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇങ്ങനെ ശരിക്കും താഴോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ ചെളി കിടക്കുന്നത്. ഇവിടെ ഫോട്ടോയൊക്കെ എടുത്തു തരാനായിട്ട് കുറേ ചേട്ടന്മാരിങ്ങനെ നിൽപ്പുണ്ടേ. അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് അങ്ങ് എടുത്തു. ഒരു ഫോട്ടോയ്ക്ക് 40 രൂപയായിരുന്നേ. 5 എണ്ണമെങ്കിലും കുറഞ്ഞത് നമ്മൾ എടുക്കണം. പിന്നെ കുറച്ച് നേരം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. മഴ പെയ്യാനുള്ള ഇടിവെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം തന്നെ ഇവിടുന്ന് കയറി. പിന്നെ ഇവിടെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് സൗകര്യം ഉണ്ടായിരുന്നു റോഡിലായിട്ട്. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ചു. അവിടുന്ന് പോകുന്ന വഴിക്ക് നല്ല മഴയും പെയ്തു.
കുറച്ചിങ്ങ് മാറിയപ്പോൾ തന്നെ മഴയും പോയിട്ടോ. മഴ പെയ്തതിൻ്റെ ആണോന്നറിയില്ല, കുറച്ചൊരു തണുപ്പൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിൻ്റെ അവിടെ എത്തിയിട്ടോ. മൂന്നാറിൽ നിന്നും ഏകദേശം 24 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും മഴ തുടങ്ങി. ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടിക്ക് എൻട്രി ഫീ 20 രൂപയാണ്. വണ്ടി ഇങ്ങോട്ട് കയറ്റുന്നതിന് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് അറ്റം വരെ വേണേൽ വണ്ടിയിൽ പോകാട്ടോ. നമ്മളെന്തായാലും വണ്ടി കയറ്റിയതാണ്, പക്ഷേ ഇവിടെ കൂടി ബാക്കി ഭാഗം അങ്ങ് നടന്നു പോകാമെന്ന് വെച്ചു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവാണേ. മഴയാണെങ്കിൽ പോലും ഇതിലേ നടക്കുമ്പോൾ ഇതൊക്കെ കണ്ടു നടക്കാനൊരു പ്രത്യേക ഒരു രസം തന്നെയാണ്. എന്തായാലും ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും. റൂമിനൊക്കെ ആണെങ്കിലും നല്ല റേറ്റ് തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുന്നേ വന്നപ്പോൾ ഉള്ള റേറ്റിനേക്കാളും ഇരട്ടിയിൽ കൂടുതലായിരുന്നു റൂമിൻ്റെ റെൻ്റൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷേ ഈ റോഡ് ഭയങ്കര വീതി കുറവാണ്. ഈ കുണ്ടള ഡാമിൻ്റെ മറ്റൊരു പേരാണ് സേതു പാർവതിപുരം ഡാം. ഈ ഡാമിൽ വെള്ളം ഫുള്ളായിട്ട് തുറന്നു വിടുമ്പോൾ ഇത് നേരെ ചെന്നെത്തുന്നത് ഇതിൻ്റെ താഴെയുള്ള മാട്ടുപ്പെട്ടി ഡാമിലാണ്. അവിടെ നിന്ന് നേരെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിലേക്ക് അതിലേക്കെത്തും. ഇനി ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുതിരസവാരിയൊക്കെ ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലും ചെറിയ ചെറിയ കടകളും ഉണ്ട്. ലഘുഭക്ഷണം കഴിക്കാനായിട്ടും ഒക്കെ പറ്റും. ഇനി ഇവിടെ ബോട്ടിങ്ങിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട്, കുട്ടവഞ്ചി ഇതൊക്കെ ഇവിടെയുണ്ട്. അതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിനുള്ളിലോട്ട് കയറണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വേണം കയറാൻ. എൻട്രി ഫീസ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഓരോന്നിനും ഈ എഴുതി വെച്ചിരിക്കുന്ന പോലെയുള്ള അത്രയൊക്കെ വരുന്നുണ്ട് ഓരോന്നിൽ കയറുന്നതിന്. വീട്ടിൽ നിന്ന് പോരുമ്പം മുതൽ അല്ലുവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനമായിരുന്നു ഈ ചോളവേ. മൂന്നാറിൽ എവിടെ നോക്കിയാലും പോരുന്ന വഴിയെല്ലാം ഇത് വിൽക്കുന്നുണ്ട്. അങ്ങനെ അല്ലുവിന് ചോളം വാങ്ങിക്കൊടുത്തു. ആദ്യമായിട്ടാണ് അവനിത് കഴിക്കുന്നത്, പക്ഷെ ഉദ്ദേശിച്ച പോലെ അവനിത് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ ഞാനും കഴിച്ചു. എനിക്കും ഇത് അത്ര ഇഷ്ടമൊന്നും ഇല്ലാത്തതാണേ. ഒരാൾ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനായിട്ട് കുറച്ച് നേരമായിട്ട് ഉന്നം വെച്ചിരിക്കുമായിരുന്നേ. പിന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. വണ്ടിയുടെ അകത്തോട്ടൊക്കെ കയറാൻ നോക്കുന്നുണ്ട്. ഇവിടെയുള്ള കടയിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടും പോകുന്നുണ്ട് കുരങ്ങന്മാർ. പിന്നീട് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ അടിപൊളി ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് വന്നു കേട്ടോ. ഇന്നത്തെ യാത്രയൊക്കെ തൽക്കാലം അവസാനിപ്പിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത്. ഇത് അടുത്ത ദിവസം രാവിലെയാണ്. ഞങ്ങൾ രാവിലെ മൂന്നാറിലെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ജക്രാന്തപ്പൂവ് കാണാൻ വന്നതായിരുന്നേ. മൂന്നാർ മറയൂർ റൂട്ടിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. പക്ഷെ മഴ പെയ്തതുകൊണ്ടാവും എല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. ഇപ്പം ഇതാണ് അവസ്ഥ. ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു ഇത് കാണാനായിട്ട്. നല്ല രസമല്ലേ വീഡിയോയിലൊക്കെ കാണുമ്പം ഇങ്ങനെ ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട്. പിന്നെ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഇതൊക്കെ കുറേശ്ശെ വാങ്ങിയായിരുന്നു. അപ്പം മൂന്നാറിലെ 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.